ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ. സോ ഗൈസ്, നമ്മളിന്ന് ട്രെയിലർ റിയാക്ഷൻ നമ്മുടെ ആറാട്ട് സിനിമയുടെ ഡയറക്ടർ നിവിൻ പോളിനെ വെച്ചെടുക്കുന്ന ഒരു പടത്തിൻ്റെയാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവും. സോ എന്തായാലും നമുക്ക് സംശയങ്ങളൊക്കെ തീർക്കാം. സോ ലെറ്റ്സ് വാച്ച് ദി ട്രെയിലർ തന്നെയല്ലേ? ട്രെയിലർ തന്നെയാണ്. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെസ്റ്റ് എക്സ്പീരിയൻസ്. കുഴപ്പമില്ല. ശ്രീ ഗോകുലം മൂവീസാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പ്രൊഡ്യൂസേഴ്സ് അതൊരു ഡൗട്ട്ഫുള്ളാണ്. സക്സസ്ഫുൾ സർവമയ്ക്ക് ശേഷം സക്സസ്ഫുൾ സംശയമാണ്. ഓക്കെ. മന്ത്രിസഭാ ഫോർമേഷനിൽ ഷറഫുദ്ദീൻ. ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിൻ്റെ മുകളിലാണ് ഞങ്ങളെല്ലാം കസേരയും വലിച്ചിട്ടിരിക്കുന്നത്. മാർക്കറ്റിന് ഡിമാൻഡ് അനുസരിച്ച് വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ്. വർഗീസേ, 2 സീറ്റ് ഭൂരിപക്ഷത്തിന്റെ നെടുപ്പിന് ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. ഈ ഒരു കറക്റ്റീവ് ഫോഴ്സ് പിന്നെ കറപ്ഷനായിട്ട് ബന്ധമില്ലാത്തൊരാളാണ്. കുറച്ച് കോമഡിയൊക്കെ കയറ്റിയിട്ടുണ്ട്. ഷറഫുദ്ദീൻ സീൻ വേറെ സാധനം തോന്നുന്നു. പേടിക്കണ്ടല്ലോ, ലോകം നമുക്ക് പുറത്തല്ലടാ. ഓക്കെ, അശോകൻ ചേട്ടനൊക്കെ ഉണ്ട്. എന്നെ കോടതിയിൽ ഹാജരാക്കണം. എനിക്ക് 164 കൊടുക്കണം. ഷറഫുദ്ദീൻ സീനാണ്. സാറിന് അവനെ പറ്റിയല്ല അറിയാം, എന്നെ പറ്റിയോ? പോലീസുടനെ റിയാക്ട് ചെയ്യരുത്. ചാനലും സോഷ്യൽ മീഡിയയും മാസ്. ഷറഫുദ്ദീന് മാസ് തന്നെയാണ്. വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. പ്രതിച്ഛായ ഞാൻ പറയും, സാർ കേൾക്കും. സീൻ റിട്ടൺ ആൻഡ് ഡയറക്ട് ബൈ ഉണ്ണികൃഷ്ണൻ ബി. ഇമേജ് ഇസ് ഡെസ്റ്റിനി. എന്നാൽ റിലീസൊന്നും ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്. സോ സംഭവം കണ്ടിട്ട് ഭയങ്കര വലിയ പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല. കാരണം കുറച്ചൊരു കൺഫ്യൂഷൻ മിക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആറാട്ടിൽ കണ്ട പോലെ ലാസ്റ്റായിട്ടാണോ എപ്പോഴാണോ മറ്റേ ഒരു നോർത്ത് ഈസ്റ്റേൺ ടെറൈനൊക്കെ കാണിക്കണ പോലെ ഉണ്ട്. ആറാട്ടിൽ ഇവിടെ കിടന്ന് വരച്ചിട്ട് പിന്നെ പുള്ളി ഏജൻറ്റ് എക്സാന്നോ തേങ്ങ പറഞ്ഞ പോലെ ആവാണ്ടിരുന്നാൽ മാത്രം മതി. എന്തിനാണ് ആ ഒരു നോർത്ത് ഈസ്റ്റേൺ കാശ്മീർ സൈഡിലൊക്കെയുള്ള ടെറൈൻ പോലത്തെ ഒരു സംഭവം 2 കട്ട്സ് കണ്ടു. അതെന്തിനാണ് കാണിച്ചതെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. ഷറഫുദ്ദീൻ വലിയ സംഭവം ആയതുകൊണ്ട് ചിലപ്പോൾ ദുബായിലൊക്കെ ആവായിരിക്കാം, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ സാധനം കാണിച്ചാണ് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഫീലിംഗ് കിട്ടുന്നത്. കാരണം സർവമായ ഹിറ്റ്, അതിന് ശേഷം ബേബികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. ഇനിയും അതിലും താഴ്ന്ന് പോകാണ്ടിരിക്കേണ്ടത് ഒരു അനിവാര്യതയാണല്ലോ നിവിൻ പോളിക്കൊരു കംബാക്ക് എന്നുള്ളൊരു സെറ്റപ്പ് പോകാനായിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് പേടിയുണ്ട്, ഭയമുണ്ട് നിവിൻ പോളി തിരിച്ച് ബാക്കിലോട്ട് പോവോ എന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായി വരുന്നവരെല്ലാവർക്കും